കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഇനി സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആ സസ്പെൻഷനും അതിന്റെ ആകാംക്ഷയും എല്ലാം നിലനിൽക്കുകയാണ്. പൊളിറ്റിക്കൽ ക്ലൈമാക്സിൽ മിന്നും വിജയം നേടിയ TVKയിൽ സർക്കാർ രൂപീകരണത്തിന് തിരക്കിട്ട നീക്കം നടക്കുന്നു. പനിയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് ചേർന്ന നിയുക്ത MLA-മാരുടെ യോഗത്തിൽ വിജയ് പങ്കെടുത്തു. കേവല ഭൂരിപക്ഷത്തിന് മറ്റ് പാർട്ടികളുടെ പിന്തുണ തേടാനാണ് TVK ശ്രമം. TVKയെ പിന്തുണയ്ക്കുന്നത് പരിഗണിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ആ പ്രതികരണം കേൾക്കാം. തമിഴ്നാട്ടിൽ മുൻപും ഇങ്ങനെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി എന്ത് ചെയ്യണമെന്നുള്ള നിലപാടുകൾ വരും ദിവസങ്ങളിൽ തീരുമാനിക്കും. ഇന്നും നാളെയൊക്കെ ആയിട്ട് പാർട്ടിയുടെ മുന്നിൽ എന്താണ് വഴി എന്നുള്ള കാര്യം തീരുമാനിക്കും. ഞങ്ങൾക്കൊരു മുന്നണിയിലാണ് മത്സരിച്ചത്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ എന്ത് തീരുമാനിക്കണമെന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കുന്നു. അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രാജിവെച്ചു. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, 10 സീറ്റ് കൂടി വേണം ഇനി ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ. അതുകൊണ്ട് ആരുടെയൊക്കെ പിന്തുണ തേടി അധികാരത്തിലേക്ക് വരാനാണ് നിലവിൽ വിജയ് ശ്രമിക്കുന്നത്? കോൺഗ്രസ് പിന്തുണയ്ക്കാമെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനിടെ അല്പസമയത്തിനകം MK സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ച കോൺഗ്രസ് നേതൃത്വം അവിടെ നടത്താൻ ഇരിക്കുന്നു. 4 മണിക്ക് കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നതാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ? അനുജ, അമൽ, തിരക്കിട്ട ചർച്ചകൾ എന്തായാലും നടക്കുന്നുണ്ട് TVKക്കകത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികളുമായുള്ള അല്ലെങ്കിൽ നിയുക്ത MLA-മാരുമായുള്ള ഒരു യോഗം വിജയ് വിളിച്ചു ചേർക്കുകയും ഏകദേശം 3 മണിക്കൂറോളം ആ യോഗം ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ചർച്ച ഇത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. പുറത്തിറങ്ങിയ നിയുക്ത MLA-മാരെ കണ്ടപ്പോൾ നമ്മളോട് പറഞ്ഞത് ഈ പറഞ്ഞ രീതിയിലുള്ള ചർച്ചകളാണ് നടന്നത്. അതായത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ ഒപ്പം കൂട്ടണം, എങ്ങനെയാണ് മന്ത്രിസഭ രൂപീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ ചർച്ച നടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും പ്രധാനമായി TVK തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്ന ഒരു പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആണ്. 5 സീറ്റുകളാണ് നിലവിൽ കോൺഗ്രസിനുള്ളത്. DMK സഖ്യത്തിൽ മത്സരിച്ചിരുന്നു. പക്ഷേ ആ പാർട്ടി ഒരുമിച്ച് TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണെങ്കിൽ മറ്റു തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊന്നും അതിൽ നിന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു നീക്കം എന്തായാലും TVKയുടെ ഭാഗത്തു നിന്നുമുണ്ട്. കോൺഗ്രസ് ആണെങ്കിൽ അതിന് ഏകദേശം സമ്മതം മൂടിയ ഒരു നിലയിലും തന്നെയാണ്. KC വേണുഗോപാലിന്റെ വാക്കുകളിൽ നിന്നത് വളരെ വ്യക്തവുമാണ്. എന്തായാലും അല്പസമയത്തിന് ശേഷം മുഖ്യമന്ത്രി MK സ്റ്റാലിനെ കോൺഗ്രസ് നേതാക്കൾ എത്തി കാണുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഒരു നന്ദി പറച്ചിലിന് ഭാഗമായി എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഇത്തരം കാര്യങ്ങൾ കൂടി അതിൽ ചർച്ചയാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 മണിയോടുകൂടി DMK ആസ്ഥാനമായിട്ടുള്ള അണ്ണാ അറിവാലയത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന്, DMK സഖ്യത്തിൽ തന്നെയുള്ള മറ്റ് പാർട്ടികൾ, അതായത് ഇടതുപക്ഷ പാർട്ടികളുമായുള്ള ഒരു സഖ്യം ആലോചിക്കുന്ന അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. VCക്ക് വിടുതലൈ സിദ്ദിഖ് കക്ഷി, ഇവർക്കൊക്കെ എല്ലാവർക്കും 2 വീതം സീറ്റുകളാണ് ഉള്ളത്. ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന് 2 സീറ്റുണ്ട്. അങ്ങനെ അവരുമായുള്ള ഒരു ചർച്ചകൾ കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. മറ്റൊന്ന്, DMKയിൽ നിന്ന് മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരളത്തിൽ മുഖ്യമന്ത്രി ആരാകുമെന്നതിലാണ് ഒരു ആകാംക്ഷയെങ്കിൽ അവിടെ TVKയെ സർക്കാർ രൂപീകരണത്തിൽ ഇനി ആരൊക്കെ പിന്തുണയ്ക്കും എന്നുള്ളതിലാണ് ആകാംക്ഷയുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.